ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ദിനം, സന്തോഷകരമാവട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. കൊളംബസിന്റെ ഡീപ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് ആ 11ാമത്തെ അധ്യായമായിട്ടുള്ള സുസ്ഥിര ജീവന സമൂഹം എന്നുള്ള പാഠമാണ്. അതില് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഒളിമ്പസിന്റെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫെലോഷിപ്പിന്റെ ചരിത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ആവർത്തനമായിട്ട് തോന്നാം, എങ്കിലും പറയാതെ പോവുക വയ്യ. അതുകൊണ്ട് അതിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെയാണ് പറയുന്നത്. ഫെലോഷിപ്പ്, our fellowship began in 1981 and grew into a movement reaching eco-villages by 2025. നമ്മുടെ ഫെലോഷിപ്പിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. സംഘടന 1981 ആരംഭിച്ചു. അന്നു മുതൽ നാം എത്തി നിൽക്കുന്ന പ്രകൃതി ബോധത്തിലേക്ക് ചുറ്റുമുള്ളവരെ എത്തിക്കുവാനുള്ള ക്ലാസുകളും ക്യാമ്പുകളും അതാത് കാലത്തെ പ്രായത്തിനാകും വിധം നടത്തി വന്നിരുന്നു. 1986 മുതൽ സ്കൂളുകളിലും കോളേജുകളിലും സന്നദ്ധ സംഘടനകളിലും ബോധവൽക്കരണ സെഷനുകൾ നടത്തി വന്നിരുന്നു. 1998 കമ്മ്യൂണിലെ അന്തേവാസികളെയും സന്ദർശകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുസ്ഥിര ജീവന പഠനാനുഭവങ്ങൾ നൽകുന്ന പ്ലീനങ്ങളും ദീർഘകാല പ്രകൃതി പാഠശാലകളും മഴ ക്യാമ്പ്, കടൽ, വയൽ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക നേച്ചർ ക്യാമ്പുകൾ നടത്തി തുടങ്ങി. 2006 മുതൽ ഗുരുകുല രീതിയിൽ വർഷങ്ങൾ നീളുന്ന പ്രകൃതി പാഠശാലകൾ നടത്തുന്നതിലൂടെയാണ് ഈ വിഷയത്തിൽ അവഗാഹമുള്ള സമർപ്പിത അംഗങ്ങളെയും പരിശീലകരെയും വാർത്തെടുക്കാൻ ആരംഭിച്ചത്. അക്കാലത്ത് ആരംഭിച്ച ചതുർദിന പ്രകൃതി സഹവാസങ്ങളാണ് 2015 ഒരു ഔദ്യോഗിക ഫെലോഷിപ്പായി രൂപം കൊണ്ടത്. ഫെലോകളും ഫാക്കൽറ്റി അംഗങ്ങളും എല്ലാ മാസങ്ങളിലും ഓരോ ജില്ലകളിലായി സഹവസിക്കുകയും പുതുമുഖങ്ങൾക്ക് പരിവർത്തനാത്മകമായ വിഷയാനുഭവങ്ങൾ നൽകുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും മറ്റുള്ളവരെ നയിക്കാനുള്ള ആഴത്തിലുള്ള അറിവും കഴിവും നേടുകയും ചെയ്തു. ലോക്ക്ഡൌണിന് ശേഷം ഓൺലൈനായി പ്രഭാഷക സംഘത്തിലെ സുഭാഷിത രൂപത്തിൽ ഈ പ്രക്രിയ തുടർന്നു വരികയും 2025 തമിഴ്നാട്ടിലെ ഇക്കോ വില്ലേജുകളിലേക്കും ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫെലോഷിപ്പിന്റെ ഒരു ചരിത്രം പോകുന്നത്. അപ്പോ 86 നമ്മൾ ആരംഭിച്ച കഥ നമുക്കറിയാം. അത് 86 നമ്മളത് ആരംഭിച്ചപ്പോ ഞങ്ങള് കൂട്ടുകാർ ഒരുമിച്ച് കൂടിയിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുക, പലതരം പ്രാക്ടീസുകൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ബോധവൽക്കരണത്തിനുള്ള ഒരു പ്രായമോ അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല, കഴിവുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 1986 കാലഘട്ടത്തിലൊക്കെ യുദ്ധത്തിന് എതിരെ ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കേണ്ടതായി വന്നു. അങ്ങനെയാണ് നമ്മൾ സ്ഥാപനങ്ങളിലും സന്നദ്ധ സംഘടനകളിലും ഒക്കെ കയറിയിട്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി വന്നത്. തെരുവ് നാടകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി ഒരു വെളിയിലേക്ക് ഇറങ്ങുന്ന, ഔട്ട്റീച്ച് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നത്. അന്ന് ആ വിധത്തിലുള്ള ഒരുപാട് പരിപാടികൾ പാലക്കാട് ടൗണിലും ഒക്കെ എന്നുവെച്ചാൽ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം തത്തമംഗലം വിട്ടിട്ട് പാലക്കാട് എത്തുക എന്നുള്ള വലിയൊരു കാര്യമാണ്. പക്ഷെ അവിടെ ടൗണിലൊക്കെ പോയിട്ട് തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കുക, ഇങ്ങനെയുള്ള ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തുക എന്നുള്ളതൊക്കെ ആ കാലത്ത് നിരന്തരമായി ചെയ്തു വന്ന പരിപാടികളായിരുന്നു. അതുപോലെ തന്നെ സന്നദ്ധ സംഘടന, വിവിധ ക്ലബുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള പരിപാടികൾ, അതുപോലെ തന്നെ ഈ അന്നൊക്കെ വായനശാലകള്, ഒക്കെ ഓണപരിപാടികളും ശിവരാത്രി പരിപാടികളും പൊങ്കൽ പരിപാടികളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ അവരുടെ വേദി കുറച്ചു നേരത്തേക്ക് നമ്മൾ ചോദിക്കും. ഇത് നമ്മുടെ ചില നാടകങ്ങളും ചില പരിപാടികളും അവതരിപ്പിക്കും. അതിലൂടെ നമ്മൾ നമ്മുടെ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോഴും നമുക്ക് ഈ ക്യാമ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടി നടത്താനുള്ള കാര്യത്തിലേക്ക് നടത്താതെയല്ല, നടത്തുന്നുണ്ട്. ചെറിയ ചെറിയ ക്യാമ്പുകൾ, സാക്ഷരതാ പരിപാടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് മുൻകൈ എടുത്തുകൊണ്ടുള്ള പരിപാടി എന്നുള്ള രീതിയിൽ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം എന്നുള്ളത് 98 ആണ് തുടങ്ങുന്നത്. 94 കമ്മ്യൂൺ ആരംഭിക്കുന്ന സമയത്ത് അതിനകത്ത് നിരന്തരമായിട്ടുള്ള പഠന പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കമ്മ്യൂണിലെ അന്തേവാസികളെയും സന്ദർശകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുസ്ഥിര ജീവന പഠനാനുഭവങ്ങൾ നൽകുന്ന പ്ലീനങ്ങൾ നടത്തി തുടങ്ങിയത് 98 ഈ പ്ലീനമാണ് ശരിക്കും പറഞ്ഞ ഈ ഫെലോഷിപ്പ് എന്നുള്ളതിന്റെ ആദ്യത്തെ രൂപം.
അതിനു മുമ്പ് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ചെറിയ 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 അളവ് ചെയ്തെങ്കിലും ഇതൊരു സ്ട്രക്ചേർഡ് ഫോമിലേക്ക് കൊണ്ടുവന്നത് പ്ലീനമാണ്. അതിന് കൃത്യമായിട്ട് സിലബസ് ഉണ്ടായി, അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടായി. എവിടേക്കാണ് ഈ അനുവാചകനെ എത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായത് പ്ലീനങ്ങൾ വഴിയാണ്. 4 ദിവസത്തെ പഠന പരിപാടിയാണ് പ്ലീനം എന്ന് പറയുന്നത്. അതിനുശേഷം പ്ലീനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ദീർഘകാല പ്രകൃതി പാഠശാലകൾ നടത്തി തുടങ്ങിയത്. ദീർഘകാല പ്രകൃതി പാഠശാല എന്ന് വെച്ചാൽ നമ്മൾ ചില ചെറിയ പരിപാടികൾ നടത്തും, അതിൽ അറ്റൻഡ് ചെയ്ത് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് വേണ്ടിയിട്ട് 1 ഇയർ പ്രോഗ്രാം, അത് കമ്മ്യൂണിനകത്ത് അവർ ജീവിക്കണം, ആ 1 ഇയർ പ്രോഗ്രാം എന്നുള്ളതൊക്കെ നടത്തിയത്. അതിലൊക്കെ നമ്മൾ വളരെ കുറച്ച് ആളുകളാണ്, 2-3 പേരുകളാണ് പങ്കെടുത്തത്. പക്ഷെ എങ്കിലും വർഷങ്ങൾ നീണ്ട ആ പരിശീലനത്തിൽ ഇപ്പൊ മണികണ്ഠൻ, ജയന്തി തുടങ്ങിയ ആളുകളെല്ലാം തന്നെ അതിനകത്ത് കൂടെ റേസ് ചെയ്ത് വന്നിട്ടുള്ളവരാണ്. ആ കാലത്ത് തന്നെയാണ് നമ്മൾ ഈ മഴ, കാട്, കടൽ, വയൽ ഇവയെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രത്യേക നേച്ചർ ക്യാമ്പുകൾ, ഇപ്പോ മഴ ക്യാമ്പുകൾ, വന പഠന ക്യാമ്പുകൾ, അതുപോലെ കടൽ ക്യാമ്പുകൾ, അപ്പൊ ഇതിനെ ആധാരമാക്കിയിട്ടുള്ള പരിസ്ഥിതി പ്രകൃതി പഠന ക്യാമ്പുകൾ നടത്തിയത്. ഇത് നമ്മുടെ കേവലം പരിസ്ഥിതി ക്യാമ്പുകളായിരുന്നില്ല, പ്രകൃതി പഠനമാണ്. പ്രകൃതി എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള രൂപത്തെ അറിയാൻ വേണ്ടിയുള്ള പഠന പരിപാടികളാണ് നടത്തിയത്. അപ്പൊ ഇത് കൂടുതൽ ആളുകളെ ആകർഷിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നു, ആളുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ പ്രത്യേക വിഷയത്തിലേക്ക് കയറ്റിവിടും. അങ്ങനെ 2006 മുതൽ നമ്മൾ ഈ ഫോമിന്, അതായത് കമ്മ്യൂൺ എന്നുള്ള ഫോമിന് മാറ്റം വരുത്തിയിട്ട് ഗുരുകുല രീതിയിൽ വർഷങ്ങൾ നീളുന്ന പഠന പരിപാടികൾ, മറ്റേ പ്രകൃതി പാഠശാലകൾ നടത്തി തുടങ്ങി. അപ്പൊ ഗുരുകുല രീതി എന്ന് വെച്ചാൽ ഇവിടെ താമസിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ട് വിഷയത്തിൽ അവഗാഹമുള്ള സ്വാർപ്പിത അംഗങ്ങളെയും പരിശീലകരെയും വാർത്തെടുക്കാൻ അപ്പോഴാണ് നമുക്ക് കഴിഞ്ഞത്. അതായത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ വരെ നമ്മൾ അവർക്ക് എന്ത് അറിവാണ് ഉണ്ടാകേണ്ടത്, ആ അറിവിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള പരിശീലനം നൽകും, അനുഭവങ്ങൾ നൽകും. അത് നിരന്തരമായിട്ട് എന്ന് വെച്ചാൽ ഇപ്പോ ഈ ഗുരുകുല രീതിയിലുള്ള പഠനം എന്ന് പറയുമ്പോൾ ഈ രാവിലെ 10 മണിക്ക് വരുന്നു, 4 മണിക്ക് തിരിച്ചു പോകുന്നു എന്നുള്ള രീതിയില്ല. എപ്പോൾ ഉണരുന്ന സമയം മുതൽ എപ്പോൾ ഉറങ്ങുന്നത് വരെ, ചിലപ്പോൾ ഊണും ഉറക്കവും ഒന്നും തന്നെ വ്യത്യാസം ഉണ്ടാകാതെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഒഴിച്ച് ബാക്കി സമയം മുഴുവൻ സമയവും നമ്മൾ ഒരുമിച്ചാണ്. ഇപ്പൊ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോക്ക് പോലും ഒരുമിച്ചാണ്. മുഴുവൻ സമയവും നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ആ ഒരു സംവാദം, അനുഭവ പങ്കിടല്, അങ്ങനെയാണ് ഇത് പഠനം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോ അതിലൂടെ നമുക്കൊന്ന് ജീവിതം സമർപ്പിച്ച് ജീവിതം ഈ വിഷയത്തിലേക്ക് സമർപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിശീലനം നമുക്ക് നടത്താൻ പറ്റി. അതിന്റെ ഇടക്കാലത്ത് നമുക്ക് പറ്റിപ്പോയ കുറെ നമ്മുടെ കമ്മ്യൂണിനെ ഒന്ന് ഷഫിൾ ചെയ്തത്, അതുപോലെ നിർത്തിവെച്ചിട്ട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഒന്ന് പുനരാരംഭിക്കുക ചെയ്ത സമയത്താണ് ഇതിന് അർപ്പണം ചെയ്ത് ജീവിക്കുന്ന ആളുകളെല്ലാം തന്നെ പല വഴിക്ക് പോവുകയും പിന്നീട് കമ്മ്യൂണിന്റെ പാർട്ടായിട്ട് അവർ തിരിച്ചു വരാതിരിക്കുകയും ചെയ്തു. തിരിച്ചു വരാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ ഇവിടേക്ക് നമ്മളെ കാണാൻ വരില്ല, നമ്മളുമായിട്ട് ബന്ധമില്ല എന്നുള്ളതല്ല. അവര് ഇപ്പൊ വിവാഹം കഴിച്ചു, കമ്മിറ്റഡായി, ആ കമ്മിറ്റ്മെന്റിൽ അവർക്ക് അതിൽ നിന്നും തിരിച്ചു ഊരി വരാൻ പറ്റാത്ത രീതിയിൽ അവിടെ ആയതുകൊണ്ട് അവരവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുകയും എന്നാൽ പ്രവർത്തനങ്ങളിൽ അവർ ഈ കുടുംബത്തിന്റെ ഭാഗമായി തീരുകയൊക്കെ ചെയ്ത അങ്ങനെയുള്ള ചില കഥകൾ നമ്മുടെ അനുഭവത്തിലായിട്ടുണ്ട്. അപ്പോ ആ കാലത്ത് നമ്മൾ ആരംഭിച്ച 4 ദിവസത്തെ പ്രകൃതി സഹവാസങ്ങൾ, ഈ മഴ ക്യാമ്പുകളൊക്കെ ആയിട്ടും പല രൂപത്തിൽ ആരംഭിച്ച പ്രകൃതി സഹവാസങ്ങളാണ് 2015 ഔദ്യോഗിക ഫെലോഷിപ്പ് ആയിട്ട് രൂപം കൊണ്ടത്. ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ഫെലോകളും ഫാക്കൽറ്റി അംഗങ്ങളും എല്ലാ മാസവും ഓരോ ജില്ലയിൽ സഹവസിക്കും. 4 ദിവസം 3 ദിവസം 4 ദിവസമായിട്ട് ഒരുമിച്ച് കൂടും. അതിലേക്ക് നമ്മൾ കുറെ പുതുമുഖങ്ങൾ എത്തിക്കും. ആ പുതുമുഖങ്ങൾക്ക് പരിവർത്തനാത്മകമായ വിഷയാനുഭവങ്ങൾ നൽകുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫെലോകളും ഫാക്കൽറ്റി അംഗങ്ങളും ഈ വിഷയങ്ങളെ കുറിച്ച്, അവർ പഠിച്ച വിഷയങ്ങളെ കുറിച്ച് ഇവർക്ക് മുന്നിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ ഈ അവതരണം പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ക്ലാസ് ആണ് കിട്ടുക. പക്ഷെ പഴയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ പഠനം നടത്താനുള്ള പ്രസന്റേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യമാണ് ഉണ്ടാവുക. മാത്രമല്ല ഇങ്ങനെ ഒരു പ്രബന്ധം അവതരിപ്പിക്കണമെങ്കിൽ ഇവർ വീട്ടിലിരുന്ന ആവശ്യത്തിന് ഇതിനെക്കുറിച്ചുള്ള റിസർച്ചസ് ചെയ്ത ശേഷമേ സാധിക്കുള്ളൂ.
അപ്പൊ അത്തരത്തിലുള്ള ഡെസിഗ്നേഷന്റെ പ്രസന്റേഷനും ഒക്കെ ആയിട്ടാണ് ഈ ഈ ഒരു പഠന പരിപാടി മുൻപോട്ട് കൊണ്ടുവന്നത്. ഇതിനിടയിൽ നമ്മൾ അവരെ മറ്റുള്ളവർക്ക് ഇത് ഇങ്ങനെ പകർന്നു കൊടുക്കുക, മറ്റുള്ളവരെ എങ്ങനെയാണ് ഈ ഒരു അവയർനെസ്സിലേക്ക് എത്തിക്കുക, അവർക്ക് എക്സ്പീരിയൻസസ് നൽകുന്നത് എങ്ങനെയാണ്, അവർക്ക് എക്സ്പീരിയൻസ് നൽകണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എക്സ്പീരിയൻസിന്റെ മുകളിലുള്ള എക്സ്പെർട്ടൈസ് നേടുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളും ഇവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. ഇത് കേരളത്തിനകത്ത് ആണ് നടത്തിയത്. പക്ഷെ ഇതൊന്നും അല്ലാതെ കേരളത്തിന് പുറത്ത് നേപ്പാളിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒറ്റയ്ക്കും തെറ്റിക്കാണ്. ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്രോഗ്രാം വരെ നമ്മൾക്ക് ഇവിടെ പാലക്കാട് നെല്ലിയാമ്പതിയിൽ വെച്ച് നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒറ്റയ്ക്കും തെറ്റിക്കും ഇതുപോലുള്ള ചില പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും സ്ഥിരമായിട്ട് നടത്തിയത് കേരളത്തിലെ ഓരോ ജില്ലകളിലായിട്ടാണ്. അപ്പോ മറ്റുള്ളവരെ നയിക്കാനുള്ള ആഴത്തിലുള്ള അറിവും കഴിവും നേടുന്ന രീതിയിലേക്ക് ആളുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ഈ ഫെലോഷിപ്പ് വഴി സാധിച്ചു. പക്ഷെ ലോക്ക്ഡൌണിന് ശേഷം ഇതിൽ സാരമായ ഒരു തിരിവുണ്ടായി. അത് ഓൺലൈനായിട്ട് പ്രവാസ സംഘങ്ങളിലെ ഈ പറയുന്ന നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസ സംഘത്തിലെ സുഭാഷിത രൂപത്തിലാണ് ഈ പ്രക്രിയ തുടർന്നു വന്നത്. 2025 തമിഴ്നാട്ടിലെ ഇക്കോ വില്ലേജുകളിലും ഫെലോഷിപ്പിലെ പ്രവർത്തനം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഇപ്പോൾ 2-3 ഇക്കോ വില്ലേജ് നമ്മളായിട്ട് സഹകരിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ തമിഴ്നാട്ടിൽ നമ്മളൊരു ഇക്കോ വില്ലേജിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഈ ഫെലോഷിപ്പ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇത്തരം അറിവുകൾ നൽകുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്, പ്രവർത്തിച്ചു പോകുന്നത്. നമുക്ക് ഫണ്ട് മറ്റ് റിസോഴ്സസ് ഒക്കെ കുറവായത് കൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് പോകുന്നത്. ഇപ്പൊ പ്രഭാഷക സംഘത്തിലെ പരിപാടികൾ മാത്രമാണ് നിരന്തരമായിട്ട് നടക്കുന്നത്. പിന്നെ മറ്റ് ക്യാമ്പുകൾ മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതിൽ അപ്പുറത്തേക്ക് കൂടുതൽ ഈ ഫെലോഷിപ്പിന്റെ കാര്യത്തിൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നില്ല. ഗുരുകുലത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒളിമ്പസിന്റെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷന്റെ കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഫെലോഷിപ്പിന്റെ കാര്യത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു പ്രവാസ സംഘത്തിലൂടെ മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അത് കൂടുതൽ വിപുലപ്പെടേണ്ടത് ആവശ്യമാണെന്നുള്ളൊരു ആവശ്യം കൂടെ നമ്മൾ അറിയുന്നു. അപ്പോ മനസ്സിലാക്കുക, ഇത് നമ്മൾ കുറെ വിഷയങ്ങളിലൂടെ കടന്നുപോയി. ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നതിന് തന്നെ ഒരു വലിയ ചരിത്രമുണ്ട്. ഒരുപാട് കാലത്തെ പരിശ്രമങ്ങളുടെ ഒരു രൂപപ്പെടലുണ്ട് ഇതിനകത്ത്. അതിലാണ് നിങ്ങളിപ്പോ വന്ന് നിന്നിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഈ അറിവ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ ഒരു സ്ട്രെയിനെ കുറിച്ച് ഇത്രത്തോളം വന്ന ചരിത്രത്തെ കുറിച്ച് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം പ്രാധാന്യം ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന ഒരു കാര്യത്തിന് ഇത്രയേറെ വെയിറ്റേജ് ഉണ്ടെന്ന് അറിയുക എന്നുള്ളതാണ്. ആ പ്രാധാന്യത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളാനും തുടർന്നുള്ള യാത്രയിൽ പങ്കുചേരാനും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.